ലോകത്തെ നിയന്ത്രിച്ചിരുന്നത് അമേരിക്കയാണ് ഒരു കാലഘട്ടത്തിൽ. ഇപ്പോ അതിനൊക്കെ വലിയ മാറ്റം സംഭവിക്കുന്നു. റഷ്യയാണ് അമേരിക്കയുടെ പൊതുശത്രു എന്ന് അതായത് പരസ്യമായി പറഞ്ഞില്ലെങ്കിലും രഹസ്യമായി റഷ്യ വളരുന്നതോ റഷ്യ മറ്റു രാജ്യങ്ങളുമായി അടുക്കുന്നതോ റഷ്യയോട് മറ്റു രാജ്യങ്ങൾ അടുക്കുന്നതോ അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ട്രംപിന്. ഈ റഷ്യ അമേരിക്ക ഈ കൂട്ടുകെട്ടിലെ ഒരു വിള്ളൽ അതെങ്ങനെയാകും ലോക രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ ബാധിക്കുക? ഒരിടയ്ക്ക് റഷ്യയും അമേരിക്കയും നല്ല ബന്ധത്തിലായിരുന്നു. ആ ബന്ധം തകരുന്നതിന് കാരണമായത് യുക്രൈൻ യുദ്ധമാണ്. യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധത്തിൽ വന്നപ്പോൾ പൊതുവെ എല്ലാവരും വിചാരിച്ചു ഒരു മാസത്തിനുള്ളിൽ തീരുന്ന യുദ്ധമായിരിക്കുന്നത്. കാരണം യുക്രൈൻ വളരെ ചെറിയ ശക്തിയും റഷ്യ എന്ന് പറഞ്ഞ വലിയ ശക്തിയുമാണ്. ഈ വലിയ ശക്തിയും ചെറിയ ശക്തിയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ വലിയ ശക്തിക്ക് ചെറിയ ശക്തിയെ എളുപ്പത്തിൽ വിഴുങ്ങാം എന്നാണ് പൊതുവെ ലോകം കണക്കാക്കിയത്. പക്ഷേ യുദ്ധം തീരുന്നില്ല, യുദ്ധം നീണ്ടുപോകുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ റഷ്യക്ക് അതിശക്തമായിട്ടുള്ള തിരിച്ചടികൾ നൽകുന്നു. എല്ലാവരും അത്ഭുതത്തോടുകൂടി ചോദിച്ചു എന്താണ്. അങ്ങനെയാണ് ആ രഹസ്യം ലോകരാഷ്ട്രങ്ങൾക്ക് പിടികിട്ടാൻ തുടങ്ങി. യുക്രൈൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ശക്തി അമേരിക്കയും നാറ്റോയും മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളും യുക്രൈന് ആവശ്യമുള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ആ ആയുധങ്ങളെടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു ജോലി മാത്രമാണ് യുക്രൈനുണ്ടായത്. അതിന് യുദ്ധം എപ്പോഴും തുടരുകയാണ് ചെയ്യുന്നത്. ഈ വിഷയം ശരിയായിട്ടുള്ള രീതിയിൽ റഷ്യൻ പ്രധാനമന്ത്രി വ്ളാദിമിർ പുടിൻ അങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരാളാണെന്ന് വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അദ്ദേഹത്തിന് മനസ്സിലായ കാര്യമാണ് തന്നെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ റഷ്യയെ നശിപ്പിക്കാനായിട്ട് വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായ പദ്ധതികളായിട്ട് പോകുന്നത് അമേരിക്ക. പക്ഷെ നേരിട്ട് കാണുമ്പോൾ എന്ത് ചെയ്യും? വളരെ അടുത്ത സൗഹൃദം സൂചിപ്പിക്കും, അതേപോലെ തന്നെ കെട്ടിപ്പിടിക്കും. പുടിൻ എന്ന് പറഞ്ഞാൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ ഇവിടെ നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കുന്ന പോലെ ട്രംപ് വിശേഷിപ്പിച്ചിരുന്നൊരു സമയമുണ്ട്. എല്ലാം കഴിഞ്ഞു. ഈ അണിയറ നീക്കങ്ങൾ കൃത്യമായിട്ട് റഷ്യ തിരിച്ചറിഞ്ഞോടി റഷ്യ അതിശക്തമായിട്ട് അമേരിക്കക്കെതിരെ നീങ്ങാനായിട്ട്, നാറ്റോ ശക്തികൾക്കെതിരെ നീങ്ങാനായിട്ട് വരും. ആ നീക്കമാണ് ഇന്ന് ലോകത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കാരണമായി വന്നിട്ടുള്ളത്. ഡൊണാൾഡ് ട്രംപ് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘടകമായി മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിനെ തുടർന്ന് യൂറോപ്യൻ യൂണിയനും അമേരിക്ക കൂടി ചേർന്ന് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എന്തായിരുന്നു? റഷ്യയെ സാമ്പത്തികമായി ഉപരോധിക്കും. അങ്ങനെ ആ ഉപരോധം അവർ പ്രബലമാക്കി. യൂറോപ്യൻ യൂണിയന് വലിയ നഷ്ടം ആ കാര്യത്തിലുണ്ടായി. കാരണം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിച്ചുകൊണ്ടിരുന്ന വലിയ സമൂഹമാണ്. ക്രൂഡ് ഓയിലാണ് വാങ്ങാൻ പറ്റാത്തത്. അങ്ങനെ വാങ്ങാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ ട്രംപും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ വിചാരിച്ചത് റഷ്യ കീഴടങ്ങും എന്നാണ്. പക്ഷേ റഷ്യ ബദൽ സംവിധാനങ്ങൾ ആലോചിച്ചു. റഷ്യ മറ്റുള്ള രാഷ്ട്രങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ക്രൂഡ് ഓയിൽ തരാം, വില കുറച്ച് തരാം, അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വില കുറച്ച് $4-5 ഒരു ബാരലിന് കുറച്ച് തരാം എന്ന് പറഞ്ഞു. അതിൽ വീണുപോയി രാഷ്ട്രങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇന്ത്യ. മറ്റൊരു വാഗ്ദാനം കൂടി റഷ്യ മുന്നോട്ട് വെച്ചു. ഡോളർ വേണ്ട, നിങ്ങൾക്ക് എണ്ണ തരാം, നിന്റെ കാശുണ്ടോ കയ്യിൽ, അതായത് ഓരോ രാഷ്ട്രത്തിൻ്റെയും കറൻസി തന്നാൽ നിങ്ങൾക്ക് എണ്ണ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഒരു അടി അമേരിക്കക്ക് നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വലിയ അടി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക വ്യാപാരത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട മണി എന്ന് പറയുന്നത് അമേരിക്കൻ മണിയാണ്, ഡോളറാണ്. ആ ഡോളറിൻ്റെ ആധിപത്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പുടിൻ അവസാനിപ്പിച്ചത്. അങ്ങനെ ഇന്ത്യ കോടിക്കണക്കിന് രൂപയുടെ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് നിന്ന് 20%. ആഗസ്റ്റ് മാസത്തിൽ ഏതാണ്ട് 3 ലക്ഷം ബാരൽ എണ്ണയാണ്, ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിച്ചതെങ്കിൽ ട്രംപ് പറഞ്ഞു അവിടെ നിന്ന് എണ്ണ വാങ്ങിച്ചത് നിന്നെ ശരിപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ ട്രംപിനോട് ഒന്നും പറഞ്ഞില്ല എങ്കിൽ പോലും പ്രവൃത്തിയിലൂടെ ഇന്ത്യ അതിശക്തമായിട്ട് തിരിച്ചടിച്ചു. കാരണം എന്താണ്? കഴിഞ്ഞ മാസം ആഗസ്റ്റിൽ വാങ്ങിച്ചതിൻ്റെ 20% ഇരട്ടി എണ്ണ എന്ത് ചെയ്യുന്നു? റഷ്യയിൽ നിന്ന് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അത് ട്രംപിനെ ഞെട്ടിച്ചു എന്ന് മാത്രമല്ല അവൻ്റെ പിരിയിളക്കി കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രകടനങ്ങളാണ് ട്രംപ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെന്താ ഇങ്ങനെ വാങ്ങുന്നത് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്നത് നമുക്ക് ലാഭമുള്ള അതിൻ്റെ വില കോടിക്കണക്കിന് രൂപ ലാഭമാണ് അതിനകത്ത് ലഭിക്കുന്നത്. ഇങ്ങനെ ഉള്ള പ്രക്രിയയിലേക്ക് റഷ്യ കടന്നതോടുകൂടി ഈ ഡൊണാൾഡ് ട്രംപിനെ
എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ റെസിപ്രോക്കൽ ടാക്സസ്, പകരച്ചുങ്കം, ഇന്ത്യയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നു, ചൈനയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നു, റഷ്യയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നു. എങ്കിലും നമ്മൾ കണ്ടത് ഇന്ത്യക്കെതിരാണ് ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്തത്. 25% 50% മാറ്റി. ഇപ്പോൾ നമ്മളുടെ ഉൽപ്പന്നങ്ങളൊക്കെ അങ്ങോട്ട് കയറ്റി അയക്കാനായിട്ട് പറ്റാത്ത സ്ഥിതികൾ. ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര പങ്കാളിയാണ്. നമ്മുടെ വ്യാപാരത്തെ അത് അതിശക്തമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ നമ്മളതിന് കീഴടങ്ങാൻ തയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ ബദൽ മാർഗങ്ങൾ തേടി മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റു രാജ്യങ്ങളുമായി നമ്മുടെ വിപണി എന്ന് പറയുന്നത് ലോകോത്തര വിപണിയാണ്. അതായത് 148 കോടി ജനങ്ങളുള്ള വിപണിയാണ് ഇന്ത്യയുടേത്. അപ്പോൾ ഇത് മറ്റു രാജ്യങ്ങൾക്ക് കൂടി ഒരു മുതൽക്കൂട്ടാണ് നമ്മുടെ വിപണി എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു, അമേരിക്കയെ പോലെ നാളെ മറ്റു രാജ്യങ്ങളും ഇത്തരം നിലപാടുകൾ അങ്ങനെ ഒരു ചിന്ത നമുക്ക് വേണ്ട, അവർ ചിലപ്പോൾ സ്വീകരിച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ സ്വദേശീവൽക്കരണം നടത്തണം. അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരും? അല്ല, അത് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഒരു രാഷ്ട്രത്തെ ആശ്രയിച്ച് മാത്രം നമുക്ക് നമ്മുടെ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് ലോകത്തിൻ്റെ ക്യാരക്ടർ പരിശോധിച്ചാൽ അതിൻ്റെ നേച്ചർ എന്താണ് എന്ന് ചോദിച്ചാൽ ഗ്ലോബലൈസ്ഡാണ്. ആഗോളവൽകൃതമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് നിൽക്കുന്നത്. ആഗോളവൽകൃതമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, ആഗോളവൽകൃതമായിട്ടുള്ള വ്യവസായ വ്യവസ്ഥയും ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇതിനെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംവിധാനം വരികയും അതിൻ്റെ കീഴിൽ അതിൻ്റെ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു വരികയും ചെയ്തു. അതൊക്കെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സമ്പൂർണ്ണമായിട്ട്. അമേരിക്ക ഇതിനെ മുഴുവൻ വെല്ലുവിളിച്ചിട്ടാണ് ഈ പകരച്ചുങ്കം തന്നെ ഏർപ്പെടുത്തിയത്. പണ്ട് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് എന്ന പേരിലാണ് ഇതെല്ലാ രാജ്യങ്ങളും നിർവഹിച്ചു വന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഒരു കാര്യം അതാണ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾക്ക് ആളുകളുടെ ഇടയിൽ മതിപ്പില്ലാതിരുന്ന സമയം നമുക്ക് ക്വാളിറ്റി കുറവായിരുന്നു. അപ്പോൾ ആ ഉൽപ്പന്നം ഇന്ത്യക്കാരെ കൊണ്ട് വാങ്ങിക്കണമെങ്കിൽ എന്ത് വേണം? വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഉയർന്ന ചുങ്കം ഏർപ്പെടുത്തണം. അത് ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ഒരു കാലം കേരളവും ഇന്ത്യയും ഒക്കെ കള്ളക്കടത്തിൻ്റെ അതിൻ്റെ ഒരു നീർച്ചുഴിയിൽപ്പെട്ടിരുന്നു. നമ്മളുടെ സിനിമകൾ 20-ാം നൂറ്റാണ്ട് പോലെയുള്ള മോഹൻലാലിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള സിനിമ പോലും കള്ളക്കടത്ത് ലോകത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സിനിമയാണ്. അതിന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ല അത്തരം കള്ളക്കടത്ത്. ഇന്ന് സ്വർണം പൊട്ടിക്കലെന്നോ മറ്റൊക്കെ പറയുന്ന ചെറിയ തുക്കള പരിപാടി മാത്രമാണ് രാജ്യത്ത് കള്ളക്കടത്തായിട്ടുള്ളത്. മറ്റ് ഹാജി മസ്താൻ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു പ്രഗത്ഭനായിട്ടുള്ള കള്ളക്കടത്ത് വീരന്മാരെ കാലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ മാറിപ്പോയത് ഈ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് എടുത്തു കളഞ്ഞതിൻ്റെ ഫലമായി. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടും ഘടകവിരുദ്ധമായിട്ടും ട്രംപ് എന്ത് ചെയ്യുന്നു? വലിയ ചുങ്കം ചുമത്തി നമ്മളുടെ ഉൽപ്പന്നങ്ങളെ തടസ്സപ്പെടുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം മറ്റ് മാർക്കറ്റുകൾ അന്വേഷിച്ച് പോവുക എന്നുള്ളതാണ്. അങ്ങനെ മാർക്കറ്റുകൾ അന്വേഷിച്ച് പോകുന്നു. ആ രീതിയിൽ നമ്മൾ നമ്മുടെ വ്യാപാരത്തെ വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് മറ്റൊരു പ്രശ്നം. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഗസയിൽ നടത്തിയ ആക്രമണത്തിനെ തുടർന്ന് പിന്നീട് ഖത്തറിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. തുടർന്നാണെങ്കിൽ സൗദി അറേബ്യ വരെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട പങ്കാളിയായിട്ടുള്ള ഒരു രാഷ്ട്രം പാകിസ്ഥാനുമായിട്ട് എന്ത് ചെയ്യുന്നു? ആയുധ ഉടമ്പടി ഉണ്ടാക്കുന്നു. ആ ആയുധ ഉടമ്പടിയൊക്കെ നമ്മൾക്ക് കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്ന സംഭവങ്ങളായി മാറുകയാണ്. എന്നുവെച്ചാൽ ഇന്നലെയുള്ള ലോകമല്ല ഇന്നത്തെ ലോകമായിരിക്കില്ല നാളത്തെ ലോകം എന്ന് തോന്നലുണ്ടാക്കുന്ന തരത്തിലേക്ക് എല്ലാത്തിൻ്റെയും പിരിവെട്ടിച്ച് വിട്ട ഒരു പിരിവട്ടനാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ്.